ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ. എൻ്റെ ഒരു കൊച്ചിന് ഈവനിങ് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ. മെയിനായിട്ട് ഇന്ന് ഞാനൊരു ബിരിയാണി വയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. വൈകിട്ടപ്പോൾ ഒരു ബിരിയാണി വയ്ക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് എന്നാൽ അടിപൊളി ടേസ്റ്റ്, കഴിച്ചവരൊക്കെ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞ ബിരിയാണിയാണ് കേട്ടോ. അപ്പം അതും കൂടെ കാണിക്കാം. ഇപ്പം ഞാൻ ചായ കുടിക്കുകയാണ്. സമയം ഒരു 2:30-2:45 ആയിട്ടേ ഉള്ളൂ. ഞാൻ ഈ സമയത്ത് ചായ കുടിക്കാറുണ്ട് കേട്ടോ. എനിക്ക് 3 മണിക്ക് മുന്നേ ചായ കുടിക്കണം, അത് ശീലമായിപ്പോയി, അതുകൊണ്ടാണ്. പിന്നെ അങ്ങനെ ഇരിക്കുന്നു. ഇവിടെ ഇപ്പം അമ്മയുണ്ട്, അമ്മയ്ക്ക് ചായ ഇട്ട് കൊടുത്തു. കുഞ്ഞുണ്ട്, കുഞ്ഞ് ഉറക്കമാണ്. കുഞ്ഞെ ഇന്ന് സ്കൂളിൽ വിട്ടില്ല, കാരണം രാവിലെ നല്ല മഴയായിരുന്നു. മഴ കണ്ടപ്പോഴത്തേന് എനിക്ക് പിന്നെ അവളെ സ്കൂളിൽ വിടാൻ തോന്നിയില്ല. കാരണം കുഞ്ഞല്ലേ, തണുപ്പത്തൊക്കെ പോയി ചെന്നിരിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് എൻ്റെ മനസ്സിലോട്ട് വന്നു. രാവിലെ അവളെ എഴുന്നേറ്റു, ഞാൻ എഴുന്നേറ്റു, അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷെ മഴ കണ്ടപ്പോഴത്തേന് ഞാൻ മടിച്ചിട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കിടന്ന് ഉറങ്ങുകയാണ്. ഇപ്പോൾ ഉച്ചയായപ്പോൾ ഉറക്കമാണ്. ചേച്ചി അന്നമുത്തും ഡ്യൂട്ടി ജോലിയൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് ചേച്ചി വരും. അത് അന്നമുത്ത് ക്ലാസ് കഴിഞ്ഞിട്ട് വരും. അപ്പോൾ അവർക്കൊക്കെയുള്ള ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. അവരൊക്കെ വന്നിട്ട് ചൂടാക്കി കുടിക്കും. പിന്നെ ചേട്ടനുണ്ട്, ചേച്ചിയുടെ ഹസ്ബൻഡുണ്ട്. അച്ചാച്ചന് ചായ വേണ്ട, അച്ചാച്ചന് ഉള്ളിക്കാപ്പി, കടും കാപ്പി. അപ്പം കാപ്പി മാത്രമേ കുടിക്കത്തുള്ളൂ. അങ്ങനെ അച്ചാച്ചന് കാപ്പി, ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അച്ചാച്ചന് കുറച്ച് കഴിഞ്ഞിട്ട് മതി അപ്പം കാപ്പി ഇട്ട് കൊടുക്കണം. ഇങ്ങനെ പുറത്ത് ഭയങ്കര മഴ, ഒരു പന്ന കാലാവസ്ഥ. എനിക്കിഷ്ടമല്ല ഈ കാലാവസ്ഥ. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിൽ വന്നത് അരി അരയ്ക്കാൻ പോവാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് അരി അരയ്ക്കുന്നത്. കുഞ്ഞാറ്റെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് തന്നെ ഇതുള്ളത് കൊണ്ടാണ്. അവൾ ചോറ് അങ്ങനെ കഴിക്കാറില്ല. ഇത് അപ്പോൾ ദോശ ഇഡലിയോ അതിൻ്റെ കൂടെ സാമ്പാറാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് മുടക്കാൻ പറ്റത്തില്ല, അത് അങ്ങനെ അരച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ചോക്കോസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടി ചോക്കോസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചോക്കോസ് അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചേച്ചിയൊക്കെ വന്നപ്പോഴത്തേനും അവർക്ക് വേണ്ടി ചായ ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി എനിക്ക് ഭയങ്കര പണിയാണ്. അപ്പം ഞാൻ ഓരോ ജോലികളായിട്ട് പതിയെ തീർക്കുകയാണ്. അതിന് ശേഷം അരി വെള്ളത്തിലിട്ട്, നമ്മൾ വലിയ അരിയാണ് കേട്ടോ വാങ്ങിച്ചത്. വലിയ അരിയാണ് ഞാൻ മിക്കവാറും വാങ്ങിക്കുന്നത്, ബസുമതി റൈസ്. അപ്പോൾ അത് ഞാൻ 1 കിലോ ഉണ്ട്. അപ്പം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ നമ്മൾ കുതിർക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാനത് ചെയ്യുന്നുണ്ട്. പിന്നെ അരി വേവിക്കാൻ വേണ്ടിയുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് ഞാൻ സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ബേ ലീഫ്, ഗ്രാമ്പൂ, ഏലക്ക, കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് പെരുംജീരകം, അത്രയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അത് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ നമുക്ക് റൈസിന് വേണ്ടിയുള്ള സാധനങ്ങൾ വറുത്ത് മാറ്റണമല്ലോ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് ആവശ്യത്തിന് നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും എടുക്കാമല്ലോ. അപ്പം ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അത് ഒന്ന് മാറ്റി കൊടുത്തു. ഇനി നമ്മൾ സവാള ഇട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് സവാള എടുക്കുമ്പോഴത്തേന് കുറച്ച് കൂടുതൽ എടുക്കണം. അപ്പം നമ്മുടെ കറിക്കും കൂടെ വേണ്ടി, നമ്മുടെ കറിയിലും കൂടെ ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയും കൂടെ നമ്മൾ സവാള കണക്കാക്കി എടുക്കണം. അപ്പോൾ അതിനും കൂടി വേണ്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ വറുത്ത്, നമ്മൾ ഈ സവാള വറക്കുന്ന സമയത്ത് ഒരു ശകലം പഞ്ചസാരയും കൂടി ഇട്ടാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അത് മാറ്റിയതിന് ശേഷം പിന്നെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എടുത്ത് നന്നായിട്ട് പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റായിട്ട് അരച്ച് വേണം, ചതച്ചല്ല, അരച്ചെടുക്കണം. അങ്ങനെ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ റൈസ് വെള്ളം തിളച്ചപ്പോഴത്തേനും ഞാൻ കുതിർക്കാൻ വെച്ചിരുന്ന അരി നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, വേവുന്നുണ്ടോ നോക്കി ശ്രദ്ധിച്ചിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കറി വെക്കാൻ പോവാണ്. കറി വെക്കാൻ പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പട്ട, ഗ്രാമ്പൂ ഒക്കെ ഇട്ട് കൊടുത്തു. കുറച്ച് പെരുംജീരകവും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മൾ റൈസ് നോക്കണം, കാരണം കൂടുതൽ വെന്ത് പോയാൽ കുഴഞ്ഞു പോകും, വെന്തില്ലെങ്കിലും കൊള്ളില്ല. അപ്പോൾ കറക്റ്റ് വേവിലെടുക്കുന്ന ഒരു ടാസ്ക്കാണ് അത്. അപ്പോൾ ശ്രദ്ധിച്ചോണം.
നമ്മുടെ സവാളയൊന്ന് വാടിയതിന് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചത് നന്നായി, പച്ചമുളകൊക്കെ നമ്മൾ ആവശ്യത്തിന് ചേർക്കണം കേട്ടോ, കാരണം നമ്മൾ ഇതിനകത്ത് മുളക് പൊടി ചേർക്കില്ല. അപ്പോൾ പച്ചമുളകൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ച സ്മെല്ല് മാറിയതിന് ശേഷം മസാല, മല്ലിപ്പൊടി, മുളക് പൊടിയല്ല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കറി മസാല, ചിക്കൻ മസാല, ഇത്രയും സാധനമാണ് ഞാൻ ഇട്ടത്. അതെല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ച് പച്ച സ്മെല്ല് മാറുന്നത് വരെ ആക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും തൈരും കൂടെ ചേർത്ത് വെച്ച ചിക്കനാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഉപ്പും തൈരും കൂടെ ചേർത്ത് ഇളക്കി വെച്ചത് അത് ഞാൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ. ചിക്കൻ കറി സെറ്റായി ഒന്ന് വെന്തൊക്കെ വന്ന് കഴിയുമ്പോഴത്തേന് നമ്മുടെ റൈസ് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. റൈസ് നമ്മൾ ഊറ്റാൻ മാറ്റി വെച്ചു. അപ്പം കറി ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ നമ്മുടെ സവാള, ഞാൻ പറഞ്ഞല്ലോ സവാള കുറച്ച് ചിക്കൻ കറിക്ക് വേണ്ടി വറക്കണമെന്ന്. അപ്പോൾ അത് നന്നായിട്ട് മണ്ടയിൽ ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അധികം ഗ്രേവി ആവരുത്, പക്ഷെ കുറച്ച് ഗ്രേവി വേണം. ഞാൻ ഉണ്ടാക്കിയതിൽ കുറച്ച് ഗ്രേവി എനിക്ക് കുറവായിരുന്നു, കാരണം റൈസ് നന്നായിട്ടൊന്ന് ഇതായി കിടക്കാൻ വേണ്ടി കുറച്ച് ഗ്രേവി വേണം. അപ്പം ഇത് കുറച്ച് കുറവായിരുന്നു. റൈസിനകത്തായിട്ടും കൂടെ ആകുമ്പോഴത്തേന് റൈസ് നമ്മുടെ കറി നല്ല ഗ്രേവി ആയിട്ട് കിടക്കുന്നതിനാണ് ഒന്നുകൂടെ ടേസ്റ്റ്. അപ്പോൾ ചിക്കൻ കറി റൈസ് ആയതിന് ശേഷം നമുക്ക് അത് ഫില്ല് ചെയ്യാം കേട്ടോ. ദമ്മായിട്ട് വലിയ ദമ്മെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ആദ്യം ചിക്കൻ കറി ഇട്ട് കൊടുത്തു. ചിക്കൻ കറി ഇട്ട് കൊടുത്തതിന് ശേഷം റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് റൈസ്, പകുതി റൈസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പകുതി റൈസ് ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. എസൻസ് ഉണ്ടെങ്കിൽ എസൻസ് ചേർക്കാം. എൻ്റെ കൈ എസൻസ് നോക്കിയപ്പോഴത്തേനാണ് തീർന്നത് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ പിന്നെ എസൻസ് ചേർത്തില്ല. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്നതും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ബാക്കിയുള്ള ചിക്കൻ കറിയും കൂടെ നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ ബാലൻസ് വന്ന റൈസ് ഫുള്ളായിട്ട് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ റൈസും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് കൈതച്ചക്ക ഉണ്ടെങ്കിൽ കൈതച്ചക്ക ഇടാം. എസൻസ് മറ്റേ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം. ചെറി ഉണ്ടെങ്കിൽ ഇടാം. അതൊക്കെ നല്ലതാണ്, നല്ല ടേസ്റ്റ് നമ്മുടെ ബിരിയാണിക്ക് കൂട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫില്ലിങ്സ് ആയിട്ട് ഇത് വറുത്തത് അണ്ടിപ്പരിപ്പും മുന്തിരി സവാളയും വറുത്തതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഞാൻ അധികം മല്ലിയില ഇട്ടിട്ടില്ല കേട്ടോ. ഇവിടെ ഉള്ളവർക്കാർക്കും മല്ലിയില അധികം പിടിക്കില്ല. അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അടച്ചൊന്ന് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് സിമ്മിലിട്ട് ഒന്ന് ആവിയേറ്റി ഒന്ന് ചൂടാക്കിയെടുക്കാം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി സവാളയും തക്കാളിയൊക്കെ അരിയുന്നുണ്ട്. അങ്ങനെ സലാഡില്ലാത്ത ബിരിയാണി നമ്മൾക്ക് പറ്റില്ലല്ലോ. സലാഡ് ഉണ്ടാക്കി. പിന്നെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണി. ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ഗ്രേവിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഗ്രേവി കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്, പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. നല്ല ബിരിയാണിയാണ്. ആരും കുറ്റം പറയില്ല, നല്ലതാണെന്നേ എല്ലാവരും പറയത്തുള്ളൂ. അപ്പം ഞാനത് ഇളക്കിയൊക്കെ എടുക്കുകയാണ്. അങ്ങനെ അധിക നേരമൊന്നും വെച്ചില്ല കേട്ടോ. അധിക നേരം വെച്ചാൽ നമ്മുടെ ബിരിയാണി കരിഞ്ഞു പോയി പറയാൻ പറ്റില്ല, അടിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് നന്നായിട്ട്. കുറച്ചും കൂടി ഗ്രേവി ആവാമെന്ന് എനിക്കിപ്പോഴും തോന്നുന്നുണ്ട്, കണ്ടപ്പോഴും തോന്നുന്നുണ്ട്. പക്ഷേ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതെല്ലാം കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കിച്ചൺ ക്ലീനിങ് ആണ് കേട്ടോ. അപ്പം ക്ലീനിങ് തൂത്ത് തുടച്ച് ഇനി വേറെ പരിപാടിയൊന്നുമില്ല. നാളെ ഇത് തന്നെയാണ് എല്ലാവരും കൊണ്ടുപോകുന്നതൊക്കെ. അപ്പം കിച്ചണൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നേരെ ഞാൻ റൂമിൽ വന്ന് മുടിയൊക്കെ ചീകി കെട്ടുക, അതൊക്കെ തന്നെ പരിപാടി. എനിക്ക് കിടന്ന് ഉറങ്ങണം, എല്ലാവരും കിടന്നു. അപ്പം ഞാൻ എൻ്റെ മുടിയൊക്കെ ചീകി കെട്ടിയതിന് ശേഷം പിന്നെ കുഞ്ഞാറ്റയുടെ മുടി ചീകി കെട്ടണം. അതും ഞാൻ രാത്രി തന്നെ നന്നായിട്ട് ചെടയൊക്കെ കളഞ്ഞ് ചീകി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ രാവിലെ നമുക്ക് മുടിയിൽ മൽപ്പിടുത്തം നടത്തണ്ട. പെട്ടെന്ന് സ്കൂളിൽ ഒരുക്കി വിടുമ്പോഴത്തേനും മുടിയിൽ മൽപ്പിടുത്തം നടത്തണ്ടല്ലോ എന്ന് വെച്ച് നന്നായിട്ട് ഉടക്കൊക്കെ കളഞ്ഞതിന് ശേഷം മുടിയൊക്കെ വാരി പിടിച്ച് മണ്ടയിലോട്ട് കെട്ടി വെച്ച് കൊടുക്കും. അപ്പം ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഒരു ദിവസത്തെ പരിപാടി കഴിഞ്ഞു. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരെ ഒന്ന് വിരിച്ച് ഒന്ന് കിടന്നാൽ മതി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബിരിയാണിയൊക്കെ എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പം ഞങ്ങളുടെ ഒരു കൊച്ചൊരു ഈവനിങ് റൂട്ടീൻ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാം കഴിഞ്ഞു, കിടന്നു. ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു. ബിരിയാണി നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പം അതേപോലെ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവരൊന്ന് ചെയ്ത് നോക്കുക. നല്ലതാണ്, നല്ല ബിരിയാണിയാണ്, മോശം ആരും പറയത്തില്ല. കുഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നടാ ബിരിയാണി? ഇഷ്ടപ്പെട്ടോ കുഞ്ഞിക്ക്? അപ്പം കുഞ്ഞിക്ക് ഇഷ്ടപ്പെട്ടു, കുഞ്ഞിക്കെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.
ഞങ്ങളൊക്കെ കഴിച്ച് വയറ് നിറച്ച് ഇനി കിടന്ന് ഉറങ്ങണം. നാളെ രാവിലെ എഴുന്നേറ്റ് കുഞ്ഞിക്ക് സ്കൂളിൽ പോകണം. പോണ്ടേ? അപ്പം കുഞ്ഞിക്ക് സ്കൂളിൽ പോകണം. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. കുറേ യൂട്യൂബ് വീഡിയോസ് കുത്തിയിരുന്ന് കണ്ട് എല്ലാം പഠിച്ച് വെച്ചേക്കാണ് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അവൾ പറഞ്ഞത് കണക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെന്താ, കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ കമൻറ്റ് ചെയ്യണം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നു. ഇനിയിപ്പോൾ ബാക്കിയെല്ലാം നാളത്തെ അംഗം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.